ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതുപോലെ ആറ്റുകാൽ പൊങ്കാലയും അട്ടിമറിക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ബിജെപിയുടെ ആരോപണം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടന്നു എന്നതിന്റെ തെളിവാണ് പൊങ്കാലയ്ക്ക് തൊട്ടു മുൻപ് സാങ്കേതികത്വം പറഞ്ഞ CPM നഗരത്തിൽ കുടിവെള്ളം മുട്ടിക്കുകയും അത് പ്രചരിപ്പിച്ച് ഭക്തജനങ്ങൾ ഭീതിയുണ്ടാക്കി പൊങ്കാലയ്ക്ക് വരുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചെന്നും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു. പൊങ്കാലയ്ക്ക് ശേഷവും തുടരെ അടിസ്ഥാനരഹിതമായ തുടർ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലെ മാലിന്യം കാണിച്ച ആറ്റുകാൽ പൊങ്കാലയിലെ മാലിന്യമെന്ന സ്ഥാപിക്കാൻ ശ്രമമാണെന്നും പൊങ്കാല കഴിഞ്ഞ ശേഷം നഗരം കൃത്യമായി ശുചീകരിച്ചു കഴിഞ്ഞെന്നും കോർപ്പറേഷൻ അധികാരം കൈവിട്ടുപോയതിലെ നിരാശയാണ് CPM-നെന്നും ആറ്റുകാൽ പൊങ്കാലയിലെ അട്ടിമറിക്കാൻ വേണ്ടി CPM കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടാക്കിയെന്നും കരമന ജയൻ ആരോപിച്ചു. 20 വർഷമായി ആറ്റുകാൽ പൊങ്കാല മാലിന്യം ഈഞ്ചാക്കലിലും ചെറുവയൽക്കലുമുള്ള സർക്കാർ സ്ഥലങ്ങളിലാണ് നിക്ഷേപിച്ചു വരുന്നത്. ഇപ്രാവശ്യവും കളക്ടറും മന്ത്രി ശിവൻകുട്ടിയും ഉൾപ്പെടുന്ന യോഗത്തിൽ തീരുമാനിച്ചതുമാണ് ഇത്തവണ പൊങ്കാല മാലിന്യം നിക്ഷേപിക്കുന്ന കാര്യം. കഴിഞ്ഞ വർഷം ഇതേ കാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തവണയും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിച്ചതും. അധികാരം നഷ്ടപ്പെട്ടതിലും CPM-ന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പാർക്കിംഗ് മാഫിയ പോലുള്ളതിന്റെ അടിവേരറുത്തതിലും CPM അസ്വസ്ഥരാകുന്നതിൽ BJPക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും കരമന ജയൻ പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 45 വർഷമായി വിരാജിക്കുന്ന പാർക്കിംഗ് മാഫിയ, ഫുട്പാത്ത് കയ്യേറ്റം മാഫിയ, റോഡ് കയ്യേറ്റം മാഫിയ എല്ലാം ഇല്ലാതാക്കുമെന്നും കരമന ജയൻ കൂട്ടിച്ചേർത്തു. ഇത്തരം മാഫിയകളെ ഇല്ലാതാക്കുന്നതിൽ CPM അസ്വസ്ഥരായിട്ട് കാര്യമില്ലെന്നും BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ അതിന്റെ ലക്ഷ്യം നേടുകയും അതിന് എന്ത് പ്രതിസന്ധി ആര് സൃഷ്ടിച്ചാലും ഭാരതീയ ജനതാ പാർട്ടി അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും കരമന ജയൻ കൂട്ടിച്ചേർത്തു. അതേസമയം നഗരസഭ പൊങ്കാല നടത്താൻ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന CPM സെക്രട്ടറി റഹീമിന്റെ ആരോപണത്തിനെതിരെയും കരമന ജയൻ പ്രതികരിച്ചു. പൊങ്കാല പൊളിക്കാൻ CPM ഇട്ട പ്ലാനിന് മുകളിൽ തന്നെയായിരുന്നു BJPയുടെ പ്ലാൻ. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും തൊഴിലാളികളെ പിന്മാറ്റിയും CPM പൊങ്കാലാനന്തര ശുചീകരണവും അട്ടിമറിക്കാൻ ശ്രമിച്ചത് വിലപേശിയില്ല. ജനങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്നും എല്ലാം CPM സ്വാധീനമുള്ള ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ നഗരസഭ ചിലർക്ക് എതിരെ എടുത്തിട്ടുള്ള നടപടി ഒരു പാഠമാകണമെന്നും 45 വർഷം ഭരിച്ചിട്ട് സമഗ്രമായ ഒരു മാലിന്യ സംസ്കരണം രീതി എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഇല്ല എന്നതിന് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ BJP അല്ലെന്നും CPM ആണെന്നും കരമന ജയൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ചുമതലയേറ്റിട്ടുള്ള ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഹീമും അടക്കമുള്ള CPM-ന്റെ നേതാക്കന്മാർ അധികാരം 45 വർഷക്കാലത്തെ അധികാരം കൈവിട്ടു പോയതിൻ്റെ നിരാശയും വിഷമവും ദുഃഖവും ചേർന്നുള്ള മനോവേദനയിൽ വിളിച്ചു പറയുന്ന പിച്ചും പേയുമായിട്ടാണ് തിരുവനന്തപുരത്തെ പൊതുസമൂഹം ഇതിനെ കാണുന്നത്. പൊങ്കാല മാലിന്യം കഴിഞ്ഞ 20 വർഷക്കാലമായി നിക്ഷേപിക്കുന്നത് ഈഞ്ചക്കല്ലിലും അതോടൊപ്പം തന്നെ ചെറുവയ്ക്കലിലുമാണ്. ഈ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് മുമ്പ് മന്ത്രി ശിവൻകുട്ടിയും കളക്ടറും അടക്കമുള്ള ഉന്നതതല യോഗം കൂടിയാണ് ഈ പൊങ്കാല മാലിന്യങ്ങൾ എവിടെ ഡംപ് ചെയ്യണമെന്നും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇതിനെ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷന്റെ ഭരണ സംവിധാനത്തെ എതിർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന വലിയൊരു മഹോത്സവത്തെ അട്ടിമറിക്കുവാനുമുള്ള ഒരു തീരുമാനത്തിന്റെ ഫലമാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ സംവിധാനത്തെ ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ജല അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ജലമന്ത്രിയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരെ ആയുധമാക്കിക്കൊണ്ട് കുടിവെള്ളത്തിന് പോലും ക്ഷാമമുണ്ടാക്കി, മനഃപൂർവ്വ ക്ഷാമമുണ്ടാക്കി, ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ചും തെരുവിലിറക്കിയും ഭക്തജനങ്ങളെ, അതും തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലും പുറത്തും വന്നിട്ടുള്ള അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ഭക്തരെയും കുട്ടികളെയും വലച്ചുകൊണ്ട് ഇവിടെ ജലമന്ത്രിയും CPM-ഉം സംസ്ഥാന സർക്കാരും പെരുമാറിയത്. ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്. ഇത് ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഫലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അധികാരം നഷ്ടപ്പെട്ടതിന് ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ളത് നമുക്കാർക്കും അറിയില്ലായിരുന്നു. മാധ്യമ സുഹൃത്തുക്കൾ പോലും, നിങ്ങൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ വിഷമം. 45 വർഷക്കാലം കൊണ്ട് ഇവർക്കിവിടെ ഈ തിരുവനന്തപുരം ഈ നഗരത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് ഒരു പദ്ധതി പോലും ആവിഷ്കരിക്കാൻ കഴിയാത്തവരാണ് 2 മാസത്തെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണ സംവിധാനത്തെ എതിർക്കുന്നത്.
ഇവിടെ പാർക്കിംഗ് മാഫിയ അടക്കം, വഴിയോര കച്ചവട മാഫിയ അടക്കമുള്ള എല്ലാ സംവിധാനത്തിനെയും ശുദ്ധീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, CPM അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ഈ മഹാനഗരം, ഈ മണ്ണിനെ നശിപ്പിച്ചവർക്ക്, നശിപ്പിക്കാൻ കൂട്ടുനിന്നവർക്ക് ഒരു സ്ഥാനവും ഈ തിരുവനന്തപുരം നഗരത്തിൽ കാണില്ല എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ഇത് ജനങ്ങൾ നൽകിയ വിധിയാണ്. പിന്നെ CPMന്റെ ജില്ലാ സെക്രട്ടറി റഹീം ഇന്നലെ പറഞ്ഞു BJP ഭരണം കിട്ടിയതിന്റെ ആലസ്യത്തിൽ നടക്കുകയാണെന്ന്. റഹീമിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 12 വർഷമായി. അധികാരത്തിന്റെ ആലസ്യമൊന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ 12 വർഷം കൊണ്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം കിട്ടിയതിന്റെ ആലസ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ജനങ്ങളെ CPMന്റെ ഈ കിരാത വാഴ്ചയ്ക്കെതിരെ, ഈ വാഴ്ചയിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ആഹ്ലാദമുണ്ട്. പക്ഷെ അത് ആലസ്യമായി കാണണ്ട. വളരെ ആത്മാർത്ഥമായിട്ടും വളരെ സൂക്ഷിച്ചും വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ ജാഗ്രതാപരമായിട്ടുമാണ് തിരുവനന്തപുരത്തെ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് റഹീമിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഈ ആലസ്യം എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളെ വീണ്ടും പറ്റിക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ട. ഇത് നിങ്ങളുടെ മന്ത്രിയും കളക്ടറും അടക്കമുള്ള യോഗത്തിലെടുത്ത തീരുമാനമാണ്. ഈഞ്ചയ്ക്കലിലും ചെറുവയ്ക്കലിലും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും അതോടൊപ്പം അത് മാറ്റാനും ഉള്ള സംവിധാനങ്ങൾ.